നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കട്ടേഴ്സ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ് പഠിച്ചു. സോ ഇപ്പം നിങ്ങൾക്ക് മില്ലിങ്ങിൻ്റെ പറ്റിയിട്ട്, മില്ലിംഗ് മെഷീനെ പറ്റിയിട്ട്, മില്ലിംഗ് മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, മില്ലിംഗ് മെഷീൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, മില്ലിംഗ് മെഷീനിൽ ഉള്ള പാർട്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ് എന്തൊക്കെയാണ്, ഒരു മില്ലിംഗ് മെഷീനിൽ ടൂൾ എങ്ങനെ ഹോൾഡ് ചെയ്യും, വർക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യും, അതുകൂടാതെ നമ്മൾ മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ടൂളായ മില്ലിംഗ് കട്ടറിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് എന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, റൈറ്റ്? ഇനി നമ്മൾ പ്ലെയിൻ മില്ലിംഗ് കട്ടർ, ഒരു സാധാരണ ഒരു മില്ലിംഗ് കട്ടർ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ടേക്ക് ഇറ്റ് ആസ് പ്ലെയിൻ മില്ലിംഗ് കട്ടർ. ഒരു മില്ലിംഗ് കട്ടറിൻ്റെ നോമൻക്ലേച്ചർ, അത് നമ്മൾ പഠിക്കുന്ന 4ാമത്തെ നോമൻക്ലേച്ചറാണ് അല്ലേ, അല്ല 3ാമത്തെ നോമൻക്ലേച്ചർ. ഓക്കെ, ഫസ്റ്റ് വൺ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ പഠിച്ചു. സെക്കൻഡ് ഡ്രിൽ ബിറ്റിൻ്റെ നോമൻക്ലേച്ചർ പഠിച്ചു അല്ലേ. നൗ ദിസ് ഇസ് തേർഡ് വൺ, മില്ലിംഗ് കട്ടറിൻ്റെ നോമൻക്ലേച്ചർ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാവും, ഗ്രൈൻഡിങ് മെഷീൻ്റെ നോമൻക്ലേച്ചർ. ഓക്കെ, സോ ഈ 4 നോമൻക്ലേച്ചറിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പ്രകാരമാണെങ്കിൽ നോമൻക്ലേച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു നോമൻക്ലേച്ചർ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ആയിട്ട്. ഓക്കെ, ഒന്നിൽ കൂടുതലോ നോമൻക്ലേച്ചേഴ്സ് ഉണ്ടാവാനാണ് ചാൻസ്. സോ നോമൻക്ലേച്ചർ ഓഫ് എ പ്ലെയിൻ മില്ലിംഗ് കട്ടർ. എന്താണ് പ്ലെയിൻ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു പ്ലെയിൻ മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ? ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള, പെരിഫറിയിൽ മാത്രം കട്ടിംഗ് ടീത്തുള്ള ഒരു ടൈപ്പ് ഓഫ് കട്ടറായിരുന്നു അല്ലേ. അങ്ങനെയാണ് ഇതിപ്പോൾ വരച്ചിരിക്കുന്നത് അല്ലേ. ഈ ഫിഗർ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? യാ, ഇതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം. ഞാനിത് ഫോട്ടോ എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പം ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടർ വരയ്ക്കുക എന്ന് വിചാരിക്കുക, റൈറ്റ്? അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് നമുക്കിതാ ഇവിടെ ഒരു സെൻറ്റർ അല്ലേ, ജസ്റ്റ് സെൻറ്റർ പോർഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ 2 ആക്സിസ് ഇടുക. ദെൻ നമുക്ക് ഹാഫ് മാത്രം വരച്ചാൽ മതി തൽക്കാലത്തേക്ക്. അപ്പം ഇവിടുന്ന് യു വിൽ ഡ്രോ 2 സർക്കിൾസ് അല്ലേ, സർക്കിൾസിൻ്റെ പകുതി അല്ലേ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടീത്ത് വരയ്ക്കും. ഓക്കെ, റൈറ്റ്? ടീത്ത് വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഫില്ല് ചെയ്യേണ്ട അങ്ങനെയാണ്. ഓക്കെ, ദെൻ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നൗ വളരെ സിമ്പിളായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ബോഡി ഓഫ് ദ കട്ടറിൽ തുടങ്ങാം. ഇതാ ഈ ഒരു പോർഷൻ അല്ലേ, ദിസ് പോർഷൻ, ഇതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ കട്ടർ എന്ന് പറയുന്നത്. കട്ടറിൻ്റെ ബോഡി, ഈ ഹോൾ ഒഴിവാക്കിയിട്ട്, അതായത് ദിസ് ഇസ് എ ഹോൾ അല്ലേ, ഇവിടെയാണ് നമ്മൾ, ഇത് ഒരു സെൻട്രൽ ഹോൾ ആണ് അല്ലേ. അപ്പം ഇത് മാറ്റിയിട്ട് ഇതാ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ കട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ബോഡി ഓഫ് ദ കട്ടർ. ഇനി പുറത്തോട്ട് വരുന്ന സർക്കിളിനെയാണ് നമ്മൾ ഔട്ട്സൈഡ് സർക്കിൾ അല്ലേ, അതായത് ഔട്ട്സൈഡ് സർക്കിൾ ഡയമീറ്റർ എന്നാണ്, ഔട്ട്സൈഡ് ഡയമീറ്റർ. ദെൻ ഇതിനെയാണ് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് കോൾഡ് റൂട്ട് ഡയമീറ്റർ. ഓക്കെ, റൂട്ട് ഡയമീറ്റർ ഫോളോ ചെയ്യുന്നില്ലേ? റൂട്ട് ഡയമീറ്റർ, ദെൻ ഔട്ട്സൈഡ് ഡയമീറ്റർ. ഓക്കെ, റൈറ്റ്? ഓക്കെ സർ. ഓക്കെ, ഇനി ഈ റൂട്ട് ഡയമീറ്ററിൻ്റെയും ഔട്ട്സൈഡ് ഡയമീറ്ററിൻ്റെയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് നോൺ ആസ് ടൂൾ ഡെപ്ത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ടൂൾ ഡെപ്ത്. ഓക്കെ, സോ നമുക്ക് പറയുകയാണെങ്കിൽ ബോഡി ഓഫ് ദ കട്ടർ എന്ന് പറയുന്നത്, കട്ടറിലുള്ള പാർട്ട്, ടീത്തിൻ്റെ പോർഷൻ ഒഴിവാക്കിയിട്ടുള്ള കട്ടറിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോഡി ഓഫ് ദ കട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാമീറ്റർ പാസിങ് ത്രൂ ദ പെരിഫറൽ കട്ടിങ് എഡ്ജ് എന്നാണ് പറയുക. ഇതിനെയാണ് നമ്മൾ പെരിഫറൽ കട്ടിങ് എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, പെരിഫറൽ കട്ടിങ്, ഇതാണ് കട്ടിങ് എഡ്ജ് ഉണ്ടോ. ഈ ഒരു പോർഷനെയാണ് നമ്മൾ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടീത്തിൻ്റെയും കട്ടിങ് എഡ്ജിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ഡയാമീറ്ററിനെയാണ് ഔട്ട്സൈഡ് ഡയാമീറ്റർ എന്ന് പറയുന്നത്.
Now you can see the root diameter. Root diameter is the diameter of the circle passing through the bottom of the fillet, flute, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ഫില്ലറ്റ് എന്നാണ് പൊതുവേ ഞാൻ എല്ലാവരുടെയും കാണാറ്. ഞാൻ പഠിച്ചതും ഫില്ലറ്റ് എന്നാണ്. ചില ആൾക്കാർ ഇവിടെ ഫ്ലൂട്ട് എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, ചില ആൾക്കാർ വേറെ രീതിയിൽ കണ്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, ദെൻ ചില ടെക്സ്റ്റുകളിൽ നമ്മൾ ഫ്ലൂട്ട് എന്നും കൂടി ഈ ഒരു പോർഷന് പറയാറുണ്ട്. ബട്ട് ഐ തിങ്ക് മോർ ബെറ്റർ ഇറ്റ് ഈസ് ഫില്ലറ്റ്. ഓക്കെ, ഫില്ലറ്റ്. ഓക്കെ, ഞാനത് മെൻഷൻ ചെയ്തത് മാത്രം. എവിടെയെങ്കിലും ഫ്ലൂട്ട് എന്ന് കാണുമ്പം ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ച് മെൻഷൻ ചെയ്തത് മാത്രമാണ്. ഓക്കെ, ഫില്ലറ്റ്. സോ അപ്പോൾ നമ്മളൊരു 3 പാർട്ട് പറഞ്ഞു അല്ലേ. ബോഡി ഓഫ് ദ കട്ടർ, അതായത് നമുക്ക് ടീത്തിനെ ഒഴിവാക്കിയിട്ടുള്ള പോർഷന് ബോഡി ഓഫ് ദ കട്ടർ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ടീത്ത് കാണാൻ പറ്റുന്നുണ്ട്. ടീത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു കട്ടിങ് എഡ്ജ് അല്ലെ, ഓരോ കട്ടിങ് എഡ്ജിൻ്റെയും ലൂടെയും പാസ് ചെയ്യുന്നതിൻ്റെ ആ സർക്കിളിൻ്റെ ഡയാമീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട്സൈഡ് ഡയാമീറ്റർ. അപ്പോൾ ഔട്ട്സൈഡ് ഡയാമീറ്ററും റൂട്ട് ഡയാമീറ്ററും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂത്തിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദിസ് ഫില്ലറ്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ ഡയാമീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂട്ട് ഡയാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ ദെൻ we will go to end. ഈ എൻഡ് അല്ല, ഇത് ശരിക്കും ലാൻഡ് ആണ്. LAND. ഓക്കെ, LAND, ലാൻഡ് എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഇത് ഞാൻ മാറ്റാൻ മറന്നുപോയതാണ്. LAND, ലാൻഡ്. ഓക്കെ, ദിസ് പോർഷൻ ഈസ് നോൺ ആസ് ലാൻഡ്. ടീത്തിന് ഇത് കട്ടിങ് എഡ്ജാണ്. ഈ സൈഡിലുള്ളത് കട്ടിങ് എഡ്ജിന്ന് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടാവും, ചെറിയൊരു പോർഷൻ, സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വേരിയേഷനുള്ള ഒരു പോർഷൻ. അതിനാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, LAND. എല്ലാവരും നോട്ട് ചെയ്യുക, ദിസ് ഇസ് നോട്ട് എൻഡ്, ദിസ് ഇസ് ലാൻഡ്. ഓക്കെ, ലാൻഡ്, LAND, ലാൻഡ്. ഞാൻ വേറൊരു ഫോട്ടോസ് കാണിച്ചു തരാം എന്നുകൂടി. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ലാൻഡ്. ദെൻ ഈ ടൂത്ത് കണ്ടോ? ടൂത്തിന്റെ നമുക്ക് ഒറ്റ ടൂത്ത് മാത്രം എടുക്കാം. ഈ ഒരു ടൂത്ത് നോക്കിയോ, ദിസ് വൺ, ഈ ഒരു ടൂത്ത് ഞാൻ മാർക്ക് ചെയ്യുന്ന കാണുന്നില്ല, ഈ ഒരു ടൂത്ത്. ഓക്കെ, ഈ ഒരു ടൂത്ത് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ നിന്ന് ഈ ഒരു ടൂത്ത് തുടങ്ങുന്നു, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ദെൻ ചെറിയൊരു ഭാഗം സർക്കിളിൻ്റെ ഉള്ളിൽ മേലോട്ട് തന്നെ പോകുന്ന രീതിയിൽ, ദെൻ ഒരു സ്ലൈറ്റ് അല്ലേ, സ്ലോപ്പ് പോലത്തേത്, ദെൻ ഇറ്റ് ഗോസ് ടു ദ ഫില്ലറ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് എല്ലാം വരച്ചിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ഇതിൽ ഇതാ ഈ ഒരു പോർഷൻ അല്ലേ, ഈ ഒരു പോർഷനാണ് നമ്മൾ എൻഡ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്, എൻഡ്. Then comes the back of the tooth. Okay, back of the tooth. കാണുന്നില്ലേ? ബാക്ക് ഓഫ് ദ ടൂത്ത് കാണുന്നില്ലേ? ബാക്ക് ഓഫ് ദ ടൂത്ത്. ഓക്കെ, ആ ഒരു സൈഡിനെയാണ് നമ്മൾ ബാക്ക് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത്. ദെൻ രണ്ട് ടീത്ത് തമ്മിലുള്ള ഒരു സ്പേസ് ഇല്ലേ, ആ ഒരു സ്പേസിനെ നമ്മൾ ഗാഷ് എന്ന് പറയും. ഓക്കെ, ഗാഷ്. എന്താണ് പറയുക? ഗാഷ്. ഓക്കെ, ഗാഷ്. ഇനി ഞാൻ ഈ പറഞ്ഞു, ഈ ഒരു ടീത്ത് ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ, ഇതിനെയാണ് നമ്മൾ ഫേസ് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫേസ് ഓഫ് ദ ടൂത്ത്, ദിസ് ഇസ് ദ ലാൻഡ്, ദിസ് ഇസ് ദ ബാക്ക് ഓഫ് ദ ടൂത്ത്, ആൻഡ് ദിസ് ഹോൾ സ്പേസ് ഈസ് നോൺ ആസ് ഗാഷ്. ആൻഡ് ഗാഷിന് അടിയിലായിട്ട് വരുന്ന ഈ ചെറിയൊരു പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫില്ലറ്റ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ, ഇത്രയും പറഞ്ഞതിൽ ഇനി മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു പാർട്ടുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? ഒരു ടൂത്ത് മാത്രം വെച്ചിട്ട് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്? ഒന്നുകൂടി പറയണോ? അതായത് ഒരു ബോഡി ഓഫ് ദ കട്ടർ നിങ്ങൾക്ക് മനസ്സിലായി, റൂട്ട് ഡയമീറ്റർ അറിയാം, ഔട്ട്സൈഡ് ഡയമീറ്റർ അറിയാം, ടൂൾ ഡെപ്ത് അറിയാം. സോ ഇവിടെയാണ് നമുക്ക് ടൂത്ത് വരുന്നത് അല്ലേ, ടൂത്ത് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി ഒരൊറ്റ ടൂത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് പോയിന്റ് അല്ലേ, ആ ഒരു പോയിന്റ് കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ നമ്മളെ ഈ ഔട്ട്സൈഡ് ഡയമീറ്റർ പാസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റിനെയാണ്, എല്ലാ ടൂത്തിൻ്റെയും മറ്റൊരു പോയിന്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എഡ്ജ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് സംതിങ് ആണ് ശരിക്കും പറഞ്ഞാൽ എഡ്ജ്. അത് ഞാൻ എന്താന്ന് പറയാം. ഓക്കെ,
കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിനെയാണ് കട്ടിങ് എഡ്ജ് എന്ന് പറയാം. അപ്പോൾ കട്ടിങ് എഡ്ജിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പെരിഫറൽ കട്ടിങ് എഡ്ജിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളാണ് ഔട്ട്സൈഡ് ഡയമീറ്റർ. ഓക്കെ ഓക്കെ അപ്പോൾ ഒരിക്കലും നമുക്ക് കട്ടിങ് എഡ്ജ് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കട്ടിങ് എഡ്ജിന് വേറെ തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു ടൂത്ത് മാത്രം എടുക്കുക, ഒറ്റയൊരു ടൂത്ത് എടുക്കുക. ഓക്കെ, ദിസ് വൺ സ്ലൈഡ് ടൂത്ത്. ഇനി ഈ ഒരു ടൂത്തിൽ എന്താ, ഈ ഒരു പോർഷനില്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫേസ് ഓഫ് ദ ടൂത്ത്. ഓക്കെ, ഫേസ് എന്ന് പറയും. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഫേസ്, ഈ ഒരു പോർഷൻ ഫേസ്. ഓക്കെ, ദെൻ ഞാൻ ഈ പറഞ്ഞു ലാൻഡ്, LAND, END അല്ല, LAND, ലാൻഡ്. ഈ ഒരു പോർഷനാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ടിങ് എഡ്ജിന് എങ്ങനെയാ പറയാന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ എന്നാണ് പറയാ. ഇന്റർസെക്ഷൻ ഓഫ് ഫേസ് ആൻഡ് ലാൻഡ്. ഇന്റർസെക്ഷൻ ഓഫ് ഫേസ് ആൻഡ് ലാൻഡ് ആണ് ശരിക്കും കട്ടിങ് എഡ്ജ്. ഇന്റർസെക്ഷൻ ഓഫ് ഫേസ് ആൻഡ് ലാൻഡ്. ഇന്റർസെക്ഷൻ ഓഫ് ഫേസ് ആൻഡ് ലാൻഡ്. കണ്ടോ, ഈ ഒരു ടൂത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ടൂത്ത്, ഇത് ഫേസ്, ഈ ചെറിയൊരു പോർഷൻ ലാൻഡ്, ദെൻ അവിടെ നിന്ന് ഒരു സ്ലോപ്പ് താഴോട്ടേക്കുണ്ട്, അതിനെയാണ് നമ്മൾ ബാക്ക് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത്. ഇനി അത് താഴെ റൂട്ട് ഡയമീറ്ററിൽ പോയി ടച്ച് ചെയ്യുന്ന പോർഷൻ വരെയുള്ളത് നമുക്ക്, അതായത് അത് ജസ്റ്റ് ഫിനിഷിംഗ് ആണ് അല്ലെ. ഈ ഒരു സ്പേസ്, ഈ ഒരു ടോട്ടൽ സ്പേസിനെയാണ് നമ്മൾ ഗാഷ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫില്ലറ്റ് അല്ലെ, ഇവിടെ ലാസ്റ്റ് പോർഷനിലുള്ള ആ ഒരു ഫിനിഷിനെയാണ് നമ്മൾ ഫില്ലറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ ഇതിൻ്റെതായ ഡെഫിനിഷൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത് എന്താ, ഇന്റർസെക്ഷൻ ഓഫ് ഫേസ് ആൻഡ് ലാൻഡ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ടൂത്തിന്റെ ഭാഗം മാത്രം കറക്റ്റ് ആയോ? ഒരു ടൂത്ത് മാത്രം, റൈറ്റ്? Is that okay? Yes sir. പ്രശ്നമില്ലല്ലോ അല്ലേ? ഇല്ല സർ. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾസിലോട്ട് കിടക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് പറയാം. ഓക്കെ, ബോഡി ഓഫ് ദ കട്ടർ. ബോഡി ഓഫ് ദ കട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട് ഓഫ് ദ കട്ടർ എക്സ്ക്ലൂഡിങ് ദ ടീത്ത് പോർഷൻ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് കട്ടറിൻ്റെ അതായത് ടീത്ത് വരുന്ന പോർഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ പോർഷൻസ് ഉണ്ടോ അതിനെയാണ് ബോഡി ഓഫ് ദ കട്ടർ എന്ന് പറയുന്നത്. നൗ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർട്ട് ഓഫ് ദ ബാക്ക് ഓഫ് ദ ടൂത്ത് അഡ്ജസൻറ്റ് ടു ദ കട്ടിങ് എഡ്ജ്. അതായത് കട്ടിങ് എഡ്ജിന് ഇതാണ് ശരിക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, LAND, ലാൻഡ് എന്ന് പറഞ്ഞാൽ ദ പാർട്ട് ഓഫ് ദ ബാക്ക് ഓഫ് ദ ടൂത്ത് അഡ്ജസൻറ്റ് ടു ദ കട്ടിങ് എഡ്ജ്. കട്ടിങ് എഡ്ജിൻ്റെയും ബാക്ക് ഓഫ് ടൂത്തിൻ്റെയും അഡ്ജസൻ്റ് ആയിട്ടുള്ള ആ ഒരു ചെറിയൊരു പോർഷനെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞ പോലെ ഇന്റർസെക്ഷൻ ആണ്. എന്താ? എഡ്ജ് ഫോംഡ് ബൈ ഇന്റർസെക്ഷൻ ഓഫ് ദ ഫേസ് ആൻഡ് ദ ലാൻഡ്. ഫേസിൻ്റെയും ലാൻഡിൻ്റെയും ഇന്റർസെക്ഷനെയാണ് നമ്മൾ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത്. നൗ ഫേസ്, ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ടൂത്ത് അല്ലേ? ഈ ഒരു ടൂത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ, റൈറ്റ്? ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ടൂത്ത് ഈസ് നോൺ ആസ് ഫേസ് അല്ലേ? റൈറ്റ്? മനസ്സിലാവുന്നില്ലേ? ഫേസ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പം ഫേസ് ആയി. നൗ ഗാഷ് സ്പേസ് ബിറ്റ്വീൻ ദ ബാക്ക് ഓഫ് വൺ ടൂത്ത് ആൻഡ് ഫേസ് ഓഫ് ദ നെക്സ്റ്റ് ടൂത്ത്, റൈറ്റ്? ശരിയല്ലേ? ഗാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഒരു ചെറിയൊരു സ്പേസ് ആണെന്ന്, റൈറ്റ്? ഇതാണ് ബാക്ക് ഓഫ് ദ ടൂത്ത്. ഒരു ടൂത്തിൻ്റെ ബാക്കും അടുത്ത ടൂത്തിൻ്റെ ഫ്രണ്ടും അതായത് ഫേസും തമ്മിലുള്ള ആ ഒരു അതിൻ്റെ നടുവിലുള്ള സ്പേസ് ബിറ്റ്വീൻ ദ ബാക്ക് ഓഫ് ദ ടൂത്ത് ആൻഡ് ഫേസ് ഓഫ് ദ നെക്സ്റ്റ് ടൂത്ത്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാഷ് എന്ന് വിളിക്കുന്നത്. ഇനി ഗാഷ് ഫില്ലറ്റ് എന്ന് പറയുന്നത് കേർവ്ഡ് സർഫേസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗാഷ്. ഗാഷിൻ്റെ താഴെയുള്ള കേർവ്ഡ് സർഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻസ് ഓക്കെ അല്ലേ?
ഓക്കെ. ഇനിയുള്ളത് ആംഗിൾസ് ആണ്. ഓക്കെ, ആംഗിൾസ് നമ്മൾ ഔട്ട്സൈഡ് ഡയമീറ്റർ ആൻഡ് റൂട്ട് ഡയമീറ്റർ ഉണ്ട്, നമുക്കറിയാം. ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ പാസിങ് ത്രൂ ദ പെരിഫറൽ കട്ടിംഗ് എഡ്ജ്. അങ്ങനെയാണ് നമ്മൾ പെരിഫറൽ കട്ടിംഗ് എഡ്ജിലൂടെ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുക. റൂട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ പാസിങ് ത്രൂ ദ ബോട്ടം ഓഫ് ദ ഫില്ലറ്റ്. ഫില്ലറ്റിലൂടെ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഇത്രയും പോർഷൻസും ഓക്കെയാണ് അല്ലേ? നൗ ആംഗിൾസിൻ്റെ പോർഷൻ. ഒരു മിനിറ്റ്. Vector, no. Wait. ഇത് ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? എഴുതിയത് പോട്ടെ, ഫിഗർ കാണുന്നില്ലേ? ഓക്കെ, ഇതാണ് ഇതേ സെയിം സാധനമാണ് നിങ്ങൾ കണ്ടത്. അതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ ഫോട്ടോ എടുത്തതാണ്. ഓക്കെ, ലാൻഡ് കണ്ടോ? ഈ ഒരു പോർഷനാണ് ലാൻഡ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് തോന്നുന്നു. അതായത് ഫിഗർ വൈസ് ഇത് കുറച്ച് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അതാണ് ഞാനിത് എടുത്തത്. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഈ ഒരു ടൂത്തിൻ്റെ പോർഷൻ ഓക്കെ അല്ലേ? എനിക്കിത് ഒരു ഫിനിഷ് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ദിസ് ഈസ് നോൺ ആസ് ഫേസ്. അതാ ഫേസ് ഓഫ് ദ ടൂത്ത്. അപ്പം പിന്നെ ഇത് ഈ ഒരു ചെറിയൊരു പോർഷൻ, ഇത് കട്ടിങ് എഡ്ജ് അല്ലേ? കട്ടിങ് എഡ്ജിൻ്റെയും ബാക്ക് ഓഫ് ദ ടൂത്തും തമ്മിലുള്ള ആ ചെറിയൊരു പാർട്ട് ഉണ്ട് അവിടെ. ആ ഒരു പാർട്ടിനാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് എ ബാക്ക് ഓഫ് ദ ടൂത്ത്, ഫേസ് ഓഫ് ദ ടൂത്ത് അല്ലേ? ദെൻ ഗാഷ് അല്ലെങ്കിൽ ചിപ്പ് ഷേപ്പ് സ്പേസ് എന്ന് പറയും. ഓക്കെ, ചിപ്പ് സ്പേസ്. അതായത് ചിപ്പ് സ്പേസ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് ചിപ്പിൻ്റെ കട്ട് ചെയ്യുന്ന ചിപ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഡയറക്റ്റ്ലി, അതായത് ചിപ്സ് റിമൂവ് ചെയ്യുന്നതൊക്കെ ഡയറക്റ്റ്ലി സത്യം പറഞ്ഞാൽ ഈ ഒരു ഫേസ് ഓഫ് ദ ടൂത്തില്ലേ, ഫേസ് ഓഫ് ദ ടൂത്തിൽ ഇമ്പിഞ്ച് ചെയ്തിട്ടാണ് പോവുക. ഓക്കെ, സോ കട്ടിങ്ങിൻ്റെ സമയത്ത് റിമൂവ് ആവുന്ന ഈ ചിപ്സ്, സോ ഡ്യൂറിങ് കട്ടിങ് ദ റിമൂവ്ഡ് ചിപ്സ് അല്ലേ, റിമൂവ്ഡ് ചിപ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോയി ഫേസ് ഓഫ് ദ ടൂത്തിൻ്റെ മേലെയാണ് തട്ടുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഫേസ് ഓഫ് ദ ടൂത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഒരു ചിപ്പ് സ്പേസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയത്ത് ചിപ്സ് റിമൂവ് ചെയ്യുന്ന ചിപ്സ് മൊത്തം ഫേസിനാണ് ഇമ്പിഞ്ച് ചെയ്യുക. ഓക്കെ, യു കൻ സേ ലൈക്ക് ദ ചിപ്പ് റിമൂവ്ഡ് ഡ്യൂറിങ് കട്ടിങ് impinges on the face of the tooth എന്ന് പറയാം. ഓക്കെ, അപ്പം റൂട്ട് റേഡിയസ് ഉണ്ടാവും. റൂട്ട് റേഡിയസ് വേറൊരു പേര് ഞാൻ പറഞ്ഞേ, അതായത് ഫില്ലറ്റ്. ചില ആൾക്കാർ ഫ്ലൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അത് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഫില്ലറ്റാണ് പഠിച്ചത്. ഫില്ലറ്റ്, റൂട്ട് റേഡിയസ്, എല്ലാ പ്രാവശ്യവും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഫ്ലൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം കാണാറുണ്ട് ഇടയ്ക്ക്. സോ ഫില്ലറ്റ്, റൂട്ട് റേഡിയസ്. ഓക്കെ, റൂട്ട് റേഡിയസ് ഓർ ഫില്ലറ്റ്. ഇത്രയൊക്കെ അല്ലേ? ഇതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇത് നിങ്ങൾക്ക് വരയ്ക്കാനും സിമ്പിൾ അല്ലേ? ഇത് വെറുതെ കൈനെ കൊണ്ട്, അതായത് ഈ സർക്കിൾ മാത്രം നിങ്ങൾ വെറുതെ കൈനെ കൊണ്ട് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. ഓക്കെ, ഈ ഒരു പോർഷൻ റൈറ്റ്, ഇത് നല്ല വൃത്തിക്ക് വരയ്ക്കണം. ഓക്കെ, എന്നാലേ ഈ ടൂത്ത് വൃത്തിയായിട്ട് കൊള്ളത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ വെറുതെ കൈനെ കൊണ്ട് വരച്ചാൽ ചിലപ്പം ടൂത്ത് പല സൈസായിരിക്കും, അതൊരു നീറ്റായിരിക്കില്ല പ്രോസസ്. ഓക്കെ, ബാക്കി നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ ചെയ്താൽ മതി, പ്രശ്നമല്ല. റൈറ്റ്.
നൗ ലെറ്റ്സ് ഗോ ടു റൊട്ടേഷൻ ഓഫ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. ജസ്റ്റ് അങ്ങോട്ടേക്കാണ് റൊട്ടേഷൻ. ഇതൊക്കെ വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് റൊട്ടേഷൻ മാർക്ക് ചെയ്ത് വെച്ചേക്കരുത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതൊക്കെ വരച്ച് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് റൊട്ടേഷൻ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ഓക്കെ, കട്ടിങ് എഡ്ജ് അപ്പുറം റൊട്ടേഷൻ ഇപ്പുറം ആക്കി കിട്ടുന്ന വലിയ കാര്യമില്ലല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ, നൗ നമുക്ക് പറയാനുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് മാത്രമല്ല. അതെ, റിലീഫ് ആംഗിൾ, പ്രൈമറി ക്ലിയറൻസ്, സെക്കൻഡറി ക്ലിയറൻസ്, ലിപ്പ് ആംഗിൾ, ആംഗിൾസ് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ആംഗിൾസിന്റെ കാര്യം. ലെറ്റ്സ് സീ ആംഗിൾ ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ, റിലീഫ് ആംഗിൾ. ഓക്കെ, angle between the land of the tooth of a tooth and the tangent to the outside diameter of the cutter at cutting edge. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു കട്ടിങ് എഡ്ജ് എടുത്ത് വിചാരിച്ചു. ഓക്കെ, കട്ടിങ് എഡ്ജ് കാണുന്നുണ്ടല്ലോ, കട്ടിങ് എഡ്ജ്, നമ്മളെ കട്ടിങ് എഡ്ജ് അല്ലേ? ഓക്കെ, ഈ കട്ടിങ് എഡ്ജിൻ്റെ അതായത് കട്ടിങ് എഡ്ജിൻ്റെ ഈ ഒരു സ്ഥലത്ത് നമ്മളൊരു ടാൻജൻറ്റ് വരക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ഡയമീറ്റർ, ഈ ഒരു സർക്കിൾ അല്ലേ, ഔട്ട്സൈഡ് ഡയമീറ്ററിൻ്റെ സർക്കിളിൽ ഒരു ടാൻജൻറ്റ് വരക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ആ ഒരു ടാൻജൻറ്റും ഈ ഒരു ലാൻഡ് പോർഷനും തമ്മിലുള്ള ആ ഒരു ചെറിയ ആംഗിളിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിളിക്കുന്നത്? റിലീഫ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലാൻഡ് ഓഫ് ദ ടൂത്ത് ആൻഡ് ദ ടാൻജന്റ് ടു ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ കട്ടിങ് എഡ്ജ് എന്നാ പറയാ. കട്ടിങ് എഡ്ജിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററിൽ ഒരു ടാൻജന്റ് വരച്ചു, ലാൻഡും തമ്മിലുള്ള ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലീഫ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. റൈറ്റ്? അപ്പം ആംഗിൾ ബിറ്റ്വീൻ ദ ലാൻഡ് ഓഫ് ദ ടൂത്ത് and the tangent to the outside diameter of the cutter. അങ്ങനെ ആലോചിച്ചാൽ മതി. ഔട്ട്സൈഡ് ഡയാമീറ്ററും ലാൻഡും, ഔട്ട്സൈഡ് ഡയമീറ്ററിൻ്റെ ഒരു ടാൻജന്റ് വരക്കുക, അത് ലാൻഡും തമ്മിൽ ഉള്ള ആംഗിളിനെയാണ് നമ്മൾ റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ, ആംഗിൾ ഫോംഡ് ബൈ ദ ബാക്ക് ഓഫ് ദ ടൂത്ത് വിത്ത് എ ലൈൻ ഡ്രോൺ ടാൻജന്റ് ടു ദ പെരിഫറി ഓഫ് ദ കട്ടിങ് എഡ്ജ്. സെയിം തന്നെ പെരിഫറി, കട്ടിങ് എഡ്ജ് പെരിഫറിക്ക്, കട്ടറിന്റെ പെരിഫറിക്ക് ഒരു ടാൻജന്റ് വരക്കുക. അതാ കണ്ടോ, പെരിഫറിക്ക് ഒരു ടാൻജന്റ് വരച്ചു, അതും ഈ ബാക്ക് ഓഫ് ദ ടൂത്തും തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി. റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാർക്കിംഗ് ആണ് അല്ലെ, ഈ ചെറിയ ആംഗിൾ അല്ലെ, ഇതാണ് റിലീഫ് ആംഗിൾ. അതെന്താ? ഇതിപ്പം ആ ടാൻജന്റ് ആണ് വരച്ചിരിക്കുന്നത്. കട്ടിങ് എഡ്ജിൽ നിന്ന് ഒരു ടാൻജന്റ് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്? ഈ ഒരു പോയിന്റിലുള്ള ടാൻജന്റ് ഇങ്ങനെ വരച്ചു. നൗ അത് ലാൻഡും തമ്മിലുള്ള ആംഗിള് റിലീഫ് ആംഗിൾ. റിലീഫ് ആംഗിൾ, റൈറ്റ്? റിലീഫ് ആംഗിൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴോട്ടേക്കാണ് നമ്മുടെ ഒരു സ്ലോപ്പ് വരുന്നത് അല്ലേ, അതാണ് ബാക്ക് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത്. ബാക്ക് ഓഫ് ദ ടൂത്തും പിന്നെ ഈ പറഞ്ഞ സെയിം പെരിഫറിക്കുള്ള ടാൻജന്റും തമ്മിലുള്ളതാണ് എന്ത്? പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ. ഓക്കെ, സിമ്പിൾ അല്ലേ? Primary clearance angle, angle found by the back of the tooth with a line drawn tangent to the periphery of the cutting edge. ഇനി അടുത്തത് സെക്കൻഡറി. ഓക്കെ, സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ, ആംഗിൾ ഫോംഡ് ബൈ ദ സെക്കൻഡറി ക്ലിയറൻസ് സർഫേസ് ഓഫ് ദ ടൂത്ത് വിത്ത് എ ലൈൻ ഡ്രോൺ ടാൻജന്റ് ടു. ഇനി സെക്കൻഡറി ക്ലിയറൻസ് സർഫേസ് ഏതാന്ന് പറഞ്ഞുതരാം. സെക്കൻഡറി ക്ലിയറൻസ് സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർഫേസ് ആണ്. ഇതാ ഈ ഒരു സർഫേസ്, അതായത് നമ്മുടെ ബാക്ക് ഓഫ് ദ ടൂത്ത് നിന്ന് താഴോട്ടേക്ക് വീണ്ടും ഒരു ഗാഷിൽ, അതായത് റൂട്ട് റേഡിയസിലോട്ട് പോയി തട്ടുന്ന ഏരിയയില്ലേ, സർഫേസ് ഇല്ലേ, ആ സർഫേസിനാണ് നമ്മൾ ശരിക്കും പറയാം ഈ സെക്കൻഡറി ക്ലിയറൻസ് സർഫേസ് എന്ന് പറയുന്നത്. ഈ ക്ലിയറൻസ് സർഫേസ് തമ്മിൽ ഇതാ അത് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ അതല്ലേ ഈ ഒരു ആംഗിൾ. ഓക്കെ, ഈ ഒരു ആംഗിളിനാണ് നമ്മൾ സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇതാ ഈ ഒരു ഇവിടെ പറയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് അവിടെ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇതൊരു കട്ടിങ് എഡ്ജ് അല്ലേ, കട്ടിങ് എഡ്ജാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ടാൻജന്റ് വരക്കുന്നതെന്ന് വിചാരിക്കുക. ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ലാൻഡുമായിട്ടുള്ള ചെറുതായിരിക്കും റിലീഫ്. ദെൻ യു ഹാവ് എ ബാക്ക് ഓഫ് ദ ടൂത്ത്, ബാക്ക് ഓഫ് ദ ടൂത്ത് ആയിട്ടുള്ളതാണ് പ്രൈമറി ക്ലിയറൻസ്, സെയിം ടാൻജന്റും ആയിട്ടുള്ളത്. ദെൻ ആ സെയിം ടാൻജന്റും ആയിട്ടുള്ളത് ഈ ഒരു പോർഷൻ,
ഇതാണ് ബാക്ക് ഓഫ് ദ ടൂത്ത്. ബാക്ക് ഓഫ് ദ ടൂത്ത് കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് ചെറിയൊരു സ്ലോപ്പ് വീണ്ടും ഉണ്ട്. ഓക്കെ, ഒരു കട്ടുണ്ട്. ആ ഒരു കട്ടിനെയാണ് നമ്മൾ സെക്കൻഡറി സർഫേസ് എന്ന് പറയുന്നത്, സെക്കൻഡറി ക്ലിയറൻസ് സർഫേസ്. ഓക്കെ, അപ്പം ഈ ഒരു സെക്കൻഡറി ക്ലിയറൻസ് സർഫേസും ആ ഒരു ടാൻജൻറ്റും അതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഇതിന് ഈ ഒരു പർട്ടിക്കുലർ സർഫേസ് ജസ്റ്റ് ഒന്ന് പ്രൊജക്ട് ചെയ്ത് ലൈൻ ഇങ്ങനെ ഇട്ടതാണ്. ഓക്കെ, ദെൻ യു ഹാവ് എ സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ. ആം ഐ ക്ലിയർ? സർ. റൈറ്റ്, ഓക്കെ. അപ്പം നമുക്ക് 3 ആംഗിൾ അവിടെ തന്നെയായി അല്ലേ. റിലീഫ് ആംഗിളായി, പ്രൈമറി ക്ലിയറൻസ് ആംഗിളായി, സെക്കൻഡറി ക്ലിയറൻസ് ആംഗിളായി. റൈറ്റ്, ഇനി നെക്സ്റ്റ് വൺ 2 ആംഗിൾ കൂടി. റേക്ക് ആംഗിൾ. Angle measured in diametric plane between the face of the tooth and a radial line passing through the cutting edge. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയൽ റേക്ക് ആംഗിൾ. നമ്മൾ ചുരുക്കി പറഞ്ഞത്, നമുക്ക് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? ഉണ്ട്. ഇതിപ്പോ നമ്മൾ സാധാരണ ഒരു ചിപ്പിന്റെ മെക്കാനിസം വരക്കുന്നതായിരിക്കാം. ഓക്കെ, ചിപ്പ് ഫോർമേഷൻ മെക്കാനിസം വരക്കുന്നതായിരിക്കും. ആ സമയത്ത് ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ ചിപ്പ് ഫോർമേഷന്റെ ഡയഗ്രാംസ് വരക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടൂൾ ഉണ്ടാവും, ഒരു വർക്ക് പീസ് ഉണ്ടാവും, ഒരു ചിപ്പ് ടൂളിന്റെ മേലൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലെ. നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ആദ്യം തന്നെ റേക്ക് ആംഗിൾ മാർക്ക് ചെയ്തില്ല. അതേ മെത്തഡാണ് സെയിം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ് എഡ്ജിൽ നിന്നുള്ള, ഓക്കെ, കട്ടിങ് എഡ്ജ് ഉണ്ടോ, കട്ടിങ് എഡ്ജും ഈ ഒരു ഡയമീറ്ററൽ ആ ഒരു ലൈനും തമ്മിലുള്ള ആ ഒരു ചെറിയ ആംഗിളിനെയാണ് റേഡിയൽ റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. അതാണ് ഇപ്പം ഇംഗ്ലീഷിലൂടെ എഴുതിയത്. ആംഗിൾ മെഷേർഡ് ഇൻ ദ ഡയമെട്രിക് പ്ലെയിൻ ബിറ്റ്വീൻ ഫേസ് ഓഫ് ദ ടൂത്ത് ആൻഡ് എ റേഡിയൽ ലൈൻ പാസിംഗ് ത്രൂ ദ ടൂത്ത് കട്ടിങ് എഡ്ജ്. ടൂത്തിന്റെ കട്ടിങ് എഡ്ജ് എന്നുള്ള ലൈന് ഇത്, ഫേസ് ഓഫ് ദ ടൂത്തിന്റെ ലൈന് ഇത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആ ഒരു ചെറിയ വ്യത്യാസത്തിന്റെ ആ ആംഗിളിനെയാണ് നമ്മൾ റേഡിയൽ റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചെറിയ ആംഗിൾ അതെല്ലാവരുടെയും ഉണ്ടാവും. നിങ്ങൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ആ ചെറിയൊരു ആംഗിളാണ് നമ്മൾ റേഡിയൽ റേക്ക് ആംഗിൾ. ഓക്കെ, ഇനി ലിപ്പ് ആംഗിൾ. The included angle between the land and the face of the tooth. Included angle between the land and the face of the tooth. അതായത് ഇത് കണ്ടോ, ഇത് ഫേസ് അല്ലേ, ഈ ചെറിയത് ലാൻഡ്. അപ്പൊ ഇത് തമ്മില്ല, ഇതിന്റെ നടുവിലുള്ള ഈ ഒരു ചെറിയ ഈ ഒരു ആംഗിളില്ലേ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിപ്പ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇത് ഫേസ്, ഇത് ലാൻഡ്, ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ, ഇൻക്ലൂഡഡ് ആംഗിൾ, അതിനാണ് നമ്മൾ ലിപ്പ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്ര ആംഗിൾ പഠിച്ചു? 1 2 3 4 5 6 ആംഗിൾ അല്ലേ? 5 ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾസിൽ 5 ആംഗിൾ പറഞ്ഞു. ഈ 5 ആംഗിളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണ്ട എന്തെങ്കിലും? റിലീഫ് ആംഗിൾ, പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ, സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ, റേഡിയൽ റേക്ക് ആംഗിൾ, ലിപ്പ് ആംഗിൾ. ഈ 5 ആംഗിൾസും എല്ലാവർക്കും മനസ്സിലായിനോ? ഓക്കെ, നോ ഇഷ്യൂസ് അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ, ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ടോട്ടൽ ഒന്നുകൂടി പറയാം, ഫുൾ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഓക്കെ, കേട്ടോ? അത് ഇതുവരെ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജസ്റ്റ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടോ. ഇത് ഒരു മില്ലിംഗ് കട്ടറിൻ്റെ നോമൻക്ലേച്ചർ ആണ്. ഓക്കെ, മില്ലിംഗ് കട്ടറിൻ്റെ നോമൻക്ലേച്ചർ ആണ്. മില്ലിംഗ് കട്ടറിൽ നമ്മൾ ദ പ്രിൻസിപ്പൽ പാർട്സ് ആംഗിൾസ് ഓഫ് എ പ്ലെയിൻ മില്ലിംഗ് കട്ടർ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള ഒരു ഹോളോ അല്ലെ, ഹോളോ കഴിഞ്ഞിട്ട് നമുക്ക് 2 ഡയമീറ്റർ, ദെൻ യു ഹാവ് എ റൂട്ട് ഡയമീറ്റർ ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ. ഈ ഔട്ട്സൈഡ് ഡയമീറ്റർ റൂട്ട് ഡയമീറ്ററും തമ്മിലുള്ള ആ ഒരു ചെറിയ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ടൂത്ത് വരുന്നത്. സോ വിൽ കോൾ ഇറ്റ് ആസ്
tool depth, right? ഇനി ബോഡി ഓഫ് ദ കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ, അതായത് ടൂത്ത് വരുന്ന ഈ ഒരു പോർഷൻ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള ടോട്ടൽ ബോഡീനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ കട്ടർ എന്ന് പറയുന്നത്. അതായത് ദ പാർട്ട് ഓഫ് ദ കട്ടർ എക്സ്ക്ലൂഡിങ് ദ ടീത്ത് പോർഷൻ എന്നാണ് പറയുക. ഓക്കെ, ദെൻ ഒരു ടൂത്തിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, ടൂത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ദെൻ ഫസ്റ്റ് യു ഹാവ് എ കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ് ഈസ് എന്താണ്? കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് ദ ടൂത്തും ലാൻഡും തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റിനെയാണ് നമ്മൾ കട്ടിംഗ് എഡ്ജ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഫേസ് എന്ന് പറഞ്ഞാൽ? ഫേസ് എന്ന് പറഞ്ഞാൽ ദ ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ടൂത്ത് ആണ് ഫേസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക് ഓഫ് ദ ടൂത്തിന് അഡ്ജസന്റ് ആയിട്ടുള്ള, കട്ടിംഗ് എഡ്ജിനും ബാക്ക് ഓഫ് ദ ടൂത്തിനും അഡ്ജസന്റ് ആയിട്ടുള്ള ചെറിയൊരു പാർട്ടിനെയാണ് നമ്മൾ ലാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാക്ക് ഓഫ് ദ ടൂത്ത് എന്താ? ബാക്ക് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത് നമുക്കൊരു പോർഷൻ ആണ് അല്ലേ, ബാക്ക് ഓഫ് ദ ടൂത്ത്. അതായത് നമുക്ക് ഇവിടെ ഈ ഒരു പോർഷൻ ലാൻഡ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡറി സർഫേസ് തമ്മിലുള്ള ആ ഒരു ചെറിയ പോർഷനെയാണ് നമ്മൾ ബാക്ക് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത്. റൈറ്റ്, നൗ സ്പേസ് അല്ലെ, ഗാഷ്. ഗാഷ് എന്ന് പറഞ്ഞാൽ ഒരു ടീത്തിന്റെ ബാക്കും അടുത്ത ടീത്തിന്റെ ഫ്രണ്ടും തമ്മിലുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാഷ് ഓർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ഗാഷിന്റെ കേർവ്ഡ് പാർട്ട്, അടിയിലത്തെ കേർവ്ഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫില്ലറ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. കേർവ്ഡ് സർഫേസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗാഷ് ആണ് നമ്മൾ ഫില്ലറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മറക്കരുത് ആരും, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മറക്കാൻ പാടില്ല. നൗ ലെറ്റ്സ് ഗോ ടു ദ ആംഗിൾസ് അല്ലെ. റിലീഫ് ആംഗിൾ. റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പെരിഫറിക്ക് ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. അതും ഈ ലാൻഡിന്റെയും തമ്മിലുള്ള, ലാൻഡിൽ ഒരു ലൈൻ വരച്ചാൽ അത് തമ്മിലുള്ള ആംഗിളിനാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലാൻഡ് ആൻഡ് ദ ടാൻജന്റ് അല്ലെ, ഡ്രോൺ ടു ദ പെരിഫറി എന്നുള്ളതാണ് നമ്മൾ റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഇതേ സാധനം ഇതേ ഒരു ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ തന്നെ, അതായത് നമ്മുടെ ടാൻജന്റിൽ തന്നെ ബാക്ക് ഓഫ് ദ ടൂത്തുമായിട്ടുള്ള ക്ലിയറൻസിനെയാണ് നമ്മൾ പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ ഇഫ് സെക്കൻഡറി ക്ലിയറൻസ് സർഫേസുമായിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ആംഗിൾ ബിറ്റ്വീൻ ഓരോ ഡിഫറെന്റ് പാർട്സ് അല്ലെ. റിലീഫ് ആംഗിൾ, പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ, സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ. ഇനി എന്താണ് റേക്ക് ആംഗിൾ അല്ലെങ്കിൽ റേഡിയൽ ആംഗിൾ അല്ല റേഡിയൽ റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്? ദ ആംഗിൾ വിച്ച് ഇസ് മെഷേർഡ് ഇൻ ഡയമെട്രിക്കൽ പ്ലെയിൻ അല്ലെ. ഡയമെട്രിക്കൽ പ്ലെയിനിൽ ഇതാണ് ഡയമെട്രിക്കൽ പ്ലെയിനിൽ മെഷർ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ ടൂത്ത് അല്ലെ. ഡയമെട്രിക്കൽ പ്ലെയിൻ ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ ടൂത്ത് ആൻഡ് റേഡിയൽ ലൈൻ പാസിങ് ത്രൂ ദ കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജിന് റേഡിയൽ ലൈനായിട്ട് പാസ് ചെയ്യുന്ന ആ ഒരു ചെറിയ ആംഗിളിനെയാണ് നമ്മൾ റേഡിയൽ റേക്ക് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ലിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസും ലാൻഡും തമ്മിലുള്ള ഫേസും ലാൻഡും അല്ലെ, ഫേസും ലാൻഡും തമ്മിലുള്ള ചെറിയൊരു ഇൻക്ലൂഡഡ് ആംഗിൾ. എക്സ്ക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മാറിപ്പോവും, അത് ഇങ്ങനെയുള്ള ആംഗിൾ ആയിപ്പോവും. ആലോചിക്കുക, ഇൻക്ലൂഡഡ് അല്ലെ, ഈ ചെറിയൊരു ഇൻക്ലൂഡഡ് ആംഗിളിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ലിപ്പ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോ യു മസ്റ്റ് നോ ദിസ് മച്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വരച്ച് മാർക്ക് ചെയ്ത് എഴുതുന്നതിനാണ് ഒരു 5 to 7 മാർക്സിന് വേണേൽ ചോദിക്കാം. ഓക്കെ, this is known as a plain milling cutter nomenclature. Marking of principal parts and angle of plain milling cutter. ഇനി പ്ലെയിൻ മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ മില്ലിംഗ് കട്ടർ, എലമെന്റ്സ് ഓഫ് പ്ലെയിൻ മില്ലിംഗ് കട്ടർ, നോമൻക്ലേച്ചർ ഓഫ് എ മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നിങ്ങൾ ഇതാണ് വരയ്ക്കേണ്ടത്. ഹെലിക്സ് ആംഗിൾ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് അതെ, ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് പ്ലെയിൻ മില്ലിംഗ് കട്ടറിൽ തന്നെ നമുക്ക് അതായത് നമ്മുടെ സൈഡ് മില്ലിംഗ് കട്ടറിൽ, അതായത് നമ്മുടെ വിഡ്ത്ത് കൂടുതലുള്ള കട്ടറിൽ ഈ ആംഗിൾ, അതായത് തമ്മിലുള്ള വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ടീത്തിന്റെ ഇത് കൂടുതലേ അല്ലെ, വിഡ്ത്തിൽ കട്ടിങ് വരുമല്ലേ. അപ്പം ആ ഒരു ഹെലിക്കലായിട്ടുള്ള പാർട്ടിന് നമ്മൾ സാധാരണ ഡ്രിൽ ബിറ്റെല്ലാം വരക്കുന്നത് പോലെ ഡ്രിൽ ബിറ്റിന്റെ ഹെലിക്സ് ആംഗിൾ വന്ന പോലത്തെ ആംഗിളാണ്. അതായത് സാധാരണ ഒരു നോർമലും ആ ഹെലിക്സ് പോകുന്നതിന്റെ ആ ഒരു
കട്ടിങ് എഡ്ജ്, ആ ഒരു എഡ്ജും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഹെലിക്സ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അത് പ്ലെയിൻ മില്ലിംഗ് കട്ടറിൽ വരുന്നില്ല എന്ന് മാത്രം, പ്ലെയിൻ മില്ലിംഗ് കട്ടറിന്റെ നോമൻക്ലേച്ചറിൽ വരുന്നില്ല. ഓക്കെ, ഓക്കെ സർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലെയിൻ മില്ലിംഗ് കട്ടറിൽ വരുന്നത്. ബാക്കി അടുത്തത് നമുക്ക് മില്ലിംഗ് കട്ടറിന്റെ ഓപ്പറേഷൻ ആണ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, നീ വെയിറ്റ് ചെയ്യും, ഞാനൊരു